കാണാം സ്റ്റേറ്റ് സ്കാൻ. അതെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയ്ക്കുന്നതാണ് കർണാടകയുടെ സമീപകാല ചരിത്രം. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രൻ ഉൾപ്പെടെ 26 സീറ്റുകളിലാണ് NDA സഖ്യം വിജയിച്ചത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സ്വന്തം കക്ഷിയിലെ പടലപിണക്കങ്ങൾക്ക് പുറമേ സഖ്യകക്ഷിയായ JDSും ഇടഞ്ഞു നിൽക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കളുടെ രാജിഭീഷണിയും കർണാടകയിൽ ഇതിനകം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസും BJPയും നേർക്കുനേർ ജനവിധി തേടുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി BJPയെ പിന്തുണയ്ക്കുകയാണ് കന്നഡിക വോട്ടർമാരുടെ രീതി. ഇത്തവണ അവർ BJPക്ക് ഒപ്പം തന്നെ നിൽക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. BJPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, NDAക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, JDS പോലുള്ള സീറ്റ് വിഭജന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും BJPക്കുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. മുതിർന്ന നേതാക്കളടക്കം വിട്ടുനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് BJPക്ക്. എന്തായാലും കന്നഡിക വോട്ടർമാർ ഇത്തവണയും BJPയെ പിന്തുണയ്ക്കുമോ? കർണാടകയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. നിയമസഭയിലേക്ക് ആര് ജയിച്ചാലും ലോക്സഭയിലേക്ക് 2 പതിറ്റാണ്ടായി BJPയെ പിന്തുണയ്ക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ തന്നെ BJPയിൽ പ്രതിസന്ധി രൂക്ഷമായി. മുതിർന്ന നേതാക്കളായ KS ഈശ്വരപ്പയും ജഗദീഷ് ഷെട്ടാറും ഇടഞ്ഞു നിൽക്കുന്നു. മകൻ കാന്തേഷിന് ഹാവേരി സീറ്റ് നൽകണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വം നിരാകരിച്ചതോടെ ഇടഞ്ഞ KS ഈശ്വരപ്പ പാർട്ടി വിടുമെന്നാണ് സൂചന. മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിച്ചേക്കും. BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്ര ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ മുതിർന്ന നേതാവായ ജഗദീഷ് ഷെട്ടാറും ഇടഞ്ഞു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ പോയി 2 മാസം മുൻപാണ് ഷെട്ടാർ തിരിച്ച് BJPയിലെത്തിയത്. പ്രബല വിഭാഗമായ ലിംഗായത്ത് വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ജഗദീഷ് ഷെട്ടാറിനെ പാർട്ടിയിലെത്തിച്ചത്. ആഭ്യന്തര തർക്കം രൂക്ഷമായി തുടരുന്നതിനിടെ JDSന്റെ നിലപാടും BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നു. മാണ്ഡ്യ, ഹാസൻ, കോലാർ എന്നീ 3 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് JDS. എന്നാൽ മാണ്ഡ്യയിൽ സുമലതയെ തന്നെ മത്സരിപ്പിക്കാനാണ് BJP തീരുമാനം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ 25-ന് മാണ്ഡ്യയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് കുമാരസ്വാമിയുടെ നിലപാട്. മികച്ച ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് ലോക്സഭയിലേക്കും മത്സരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് കോൺഗ്രസിൽ. അതിനെയൊക്കെ മറികടന്ന് വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്താനാണ് കോൺഗ്രസിന്റെ ശ്രമം. കഴിഞ്ഞ 1 വർഷം കൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ തന്നെയാണ് കോൺഗ്രസ് ജനങ്ങൾക്ക് മുൻപിൽ വെക്കുന്നത്. NDAയുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. ഇത്തവണ 18 മുതൽ 20 സീറ്റുകളിൽ വരെ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. 7 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ള 21 മണ്ഡലങ്ങളിലേക്ക് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ശിവമോഗയിൽ മുൻ മുഖ്യമന്ത്രി S ബംഗാരപ്പയുടെ മകളും നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യയുമായ ഗീത ശിവരാജ് കുമാറിനെ ഇറക്കിയത് ഈ ജയസാധ്യത നോക്കിയാണ്. ലിംഗായത്ത്, വൊക്കലിഗ സാമുദായിക വോട്ടുകൾ ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതെല്ലാം കൃത്യമായി നോക്കിയേ മതിയാകൂ. ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. പക്ഷേ ഇത്തവണ മോദി പ്രഭാവം കൊണ്ട് മാത്രം അവിടെ വിജയിച്ചു കയറാൻ സാധിക്കുമോ എന്നത് സംശയകരമാണ്. പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തന്നെയാണ്. BJPയുടെ ഹിന്ദുത്വ കാർഡിൽ വീഴാതെ എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന ഉറച്ചു പറയുകയാണ് കോൺഗ്രസ് ഇവിടെ. അങ്ങനെ തന്നെയാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24.